Excel, Microsoft Excel. That's what we are learning now, right? Microsoft Excel. And I have showed you how to select rows, columns, cells, entire worksheet, group of adjacent columns and rows, group of adjacent cells, right? The group of adjacent cells is known as group of adjacent cells. അതിനെ നമ്മൾ ഒരു കോമൺ ആയിട്ട് ഒരു പേര് പറയും. That was a question in the exam. Range. Very good. Range is the group of adjacent cells. അപ്പോൾ അടുത്തടുത്തുള്ള കുറച്ച് സെൽസിന്റെ ഗ്രൂപ്പിനെ നമ്മൾ റേഞ്ച് എന്നാ പറയാം. റേഞ്ച് ഓഫ് സെൽസ്. ഓക്കെ, റേഞ്ച് ഓഫ് സെൽസ് എന്നാ നമ്മൾ പറയാം. ക്ലിയർ? Okay, so we know how to edit the content. നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ല് സെലക്ട് ചെയ്ത് ടൈപ്പ് ചെയ്ത് അതിന്റെ മേലെ ഓവർ റൈറ്റ് ചെയ്ത് വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തു അല്ലേ? നിങ്ങളുടെ നെയിം ഞാൻ ടൈപ്പ് ചെയ്തിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? കറക്ഷൻ വേണമെങ്കിൽ അതിന്റെ മേലെ സെലക്ട് ചെയ്തിട്ട് വീണ്ടും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ബാക്ക് കേഴ്സറിന്റെ കാര്യം പറഞ്ഞു. ഇനി 1 or 2 ലെറ്റേഴ്സേ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. കഴ്സർ അപ്പിയർ ചെയ്യുമ്പോൾ ആ ലെറ്ററിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് കഴ്സർ പ്ലേസ് ചെയ്ത് ബാക്ക് സ്പേസ് അടിച്ച് നമുക്ക് ഏത് ലെറ്റർ ആണോ ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ടത് അത് ചെയ്യാം. ഈ കാര്യങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ ദിസ്? യെസ്. സോ then we started font formatting. I have told you about font formatting, about changing font style, font color, size of the font, and bold, making bold, italic and all. That also we have discussed in the class, right? നമ്മളത് ചെയ്യാൻ തുടങ്ങിയിരുന്നു അല്ലേ? 1-2 പേർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫോണ്ട് സെലക്ട് ചെയ്തിട്ട് അതിന്റെ കളറും സ്റ്റൈലും ഒക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ലേ? കുറച്ച് സ്റ്റുഡൻസിനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനും ബെല്ലടിച്ചു. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. വെയിറ്റ്. Okay, let me take Excel. നമ്മൾ സ്കൂളിൽ വെച്ച് ചെയ്ത എക്സൽ 2013 എക്സൽ 2013 വേർഷൻ ആണ്. But in my computer it is 2007. It is an old version of Excel. Okay, let it be. But all are same. കുറേ കാര്യങ്ങൾ, കുറേ ഫീച്ചേഴ്സ് സെയിം ആണ്. Here, this is the worksheet. This is a worksheet. Okay, this is an Excel worksheet. You can see that, right? Yes. And ABC. These are the ABCD. What are these known as? Column. Okay. And 1, 2, 3, 4. These represents Rows. Rows. Okay. Okay. Let me go. Let me type something. Name. Class. Okay. I have typed my name. Okay, you can see that, right? Then I gave my name Srikutti. Okay. ഇപ്പൊ എനിക്ക് ശ്രീകുട്ടി PS എന്ന് ഫുൾ നെയിം ടൈപ്പ് ചെയ്യണമെങ്കിൽ 2 മെത്തേഡ് ഉണ്ട് എനിക്കത് ചേഞ്ച് ചെയ്യാൻ. ഒന്ന്, എൻ്റെ നെയിം ഉള്ള സെയിം സെല്ല് സെലക്ട് ചെയ്യുക. എഗെയിൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്യുക വിത്ത് ഇനീഷ്യൽ. ഓക്കെ, എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെല്ലിലുള്ള കണ്ടന്റ് അവിടുന്ന് മാറി അതിന്റെ നമ്മളിപ്പോ പുതിയത് എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് വരുള്ളൂ അല്ലേ? ഇപ്പൊ ഈ സെല്ലിൽ ഞാൻ ഹായ് എന്ന് ടൈപ്പ് ചെയ്തു. ഇനി എനിക്ക് അവിടെ ഹായ് ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നത്, ഹായ് എന്നുള്ള അതേ സെല്ലിൽ ഐ വോണ്ട് ടു ടൈപ്പ് ഹായ് ഗുഡ് മോർണിംഗ്. ഫോർ ദാറ്റ് I'll select this cell. Which is that cell? What is the address of that cell? C2. No. Hi. There is a cell in which I have typed hi.
this cell. Let me select it. Which is that cell? Tell me the address of that cell. In which column it comes? Which is the column? The column is highlighted here. And row also. We can easily identify that. ഏത് കോളത്തിലാണ് ഇത് വന്നിരിക്കുന്നതെന്ന് അവിടെ ആ കോളം അവിടെ ഒരു യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സെയിം വേ റോ ഓൾസോ. So tell me the address of that cell. Someone please say. Alna, can't you hear it? No, miss. നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. Can you see the screen? No, miss. Address കാണുന്നില്ല. Wait, let me share it again. Can you see it now? Yes. Yes. Yeah, in a cell I have typed hi. Okay. Tell me the address of that cell. E6. Okay. E6. Okay, in E6 I have typed hi. ആ cell I want to type hi good morning. Okay, now I want to type hi good morning. How can I change it? To change that, I should again click on the cell E6. E6 ഞാൻ ഒന്നുകൂടെ click ചെയ്യുക. That means select E6. Now type whatever we want to type. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. Hi, good morning. അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന കണ്ടന്റ് മാറി പുതിയത് വരും, പുതിയ ഡാറ്റ വരും. Then press the enter key. This is how we can edit the contents in the cell. ഇനിയിപ്പോ ഞാൻ ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് അല്ലേ? ഹായ് ഗുഡ് മോർണിംഗ് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഐ വോണ്ട് ടു ചേഞ്ച് ഇറ്റ്, റൈറ്റ്? ഹൗ ക്യാൻ ഐ ചേഞ്ച് ഇറ്റ്? ഇനി ഞാൻ വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആ സെല്ലിൽ ഐ എം ഗോയിങ് ടു ഡബിൾ ക്ലിക്ക് ഓൺ ദ സെൽ E6. E6 ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. When I double click, you can see a blinking line, right? Yes. What is it known as? Cursor. Cursor. Good. So cursor ഞാൻ ജിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. എനിക്ക് ആരോ കീസ് ഒക്കെ വെച്ചിട്ട് കഴ്സർ മൂവ് ചെയ്യിക്കാൻ പറ്റും ടു ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഓക്കെ, അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ചിട്ടും കഴ്സർ കൊണ്ടുവയ്ക്കാം. So I put the cursor in front of G and I'm going to press backspace. G is gone. Now I can type D. Now press enter. Okay. നമ്മൾ അങ്ങനെ എഡിറ്റ് ചെയ്യാം. ലാസ്റ്റ് നമുക്ക് വേണ്ട ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ക്ലിക്ക് സംവെയർ ഔട്ട്സൈഡ് എനി അതർ സെൽസ്. ക്ലിക്ക് ഇൻ ഓൺ എനി അതർ സെൽസ്, ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. നൗ ഫോൺ ഫോർമാറ്റിംഗ്. ഫോൺ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ കുറെ ടൈപ്പ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ? സംടൈംസ് വി നീഡ് ടു മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്. ചില സമയത്ത് നമുക്കിത് അട്രാക്റ്റീവ് ആയിരിക്കണം. നമ്മൾ ഓരോരോ മീൻസ് നമ്മുടെ ടെക്സ്റ്റിലുള്ള കോളംസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു വൃത്തിയും എനിക്ക് ഉണ്ട് അല്ലേ? ഇപ്പൊ എന്റെ പേര് എഴുതിയത് നോക്ക്, ശ്രീകുട്ടി എന്നുള്ള പേര് ഞാൻ ടൈപ്പ് ചെയ്തത് അടുത്ത കോളത്തിന്റെ വേല കിടക്കുന്ന പോലെ കിടക്കുന്ന അല്ലേ? ഇപ്പൊ ഒരു കുറച്ചൊരു വൃത്തിയിലും മെനയിലൊക്കെ വേണം നമ്മളൊരു ടേബിളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പൊ ഞാനിവിടെ കോളം എയുടെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാൻ പോവാം. ഐ എം ഗോയിങ് ടു increase the width of column A. For that, column A എക്കും ബിക്കും മിഡിൽ ആയിട്ട് ഒരു ലൈൻ വരുന്നുണ്ട് അല്ലേ? എയുടെ ബോർഡർ ആണത് അല്ലേ? അവിടെ മൗസ് പോയിന്റർ വെക്കുമ്പോൾ യു ക്യാൻ സീ ദിസ് ആരോ. ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു ആരോ കാണാൻ പറ്റും. ആ ആരോ അപ്പിയർ ചെയ്യുമ്പോൾ നമ്മുടെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്താൽ മതി മൗസ്. That way we can change the width of that row. Clear?
Yes. Okay, now let me change the font style and color. In font ഞാൻ ഫോർമാറ്റ് ചെയ്യാൻ പോവാം. I'm going to change the font. I'm going to change the font style, color, size and all. Okay. See, അതിനു വേണ്ടി ഫസ്റ്റ് എനിക്ക് എന്ത് ചെയ്യണം? I want to select the cells. ഇപ്പൊ ഞാൻ നെയിം എന്നുള്ള സെല്ല് മാത്രമേ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. Okay. Let me select the cell A1. I have selected A1. Now, here see, it is the home tab. You can see many tabs here. Korea tab like home tab and insert tab, page layout tab, formulas tab, data tab, review tab, view tab. Upon in among those 7 tabs, we have to choose which tab. Home tab വേണം select ചെയ്യാൻ. By default ആയിട്ട് home tab ആയിരിക്കും അവിടെ ഉണ്ടാവുക. Okay, home tabൽ click ചെയ്ത് കഴിഞ്ഞാൽ you can see many groups like clipboard, font, alignment, number group, styles group, cells group, editing group. അങ്ങനെ different groups are there. Since we are going to change the style and color of font, we should choose which group? Font group. Okay, font നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ടെക്സ്റ്റിന്റെ ടെക്സ്റ്റിനെ കുറച്ച് അട്രാക്റ്റീവ് ഭംഗി കൂട്ടാൻ പോവാണല്ലേ, നമ്മൾ കുറച്ച് നല്ല മിനുക്ക് പണികൾ ചെയ്യാൻ പോവാ. അപ്പൊ ഫോണ്ടിനാണ് നമ്മൾ ചേഞ്ചസ് വരുത്തുക. അതുകൊണ്ട് ഹോം ടാബിലെ ഫോണ്ട് എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്, കണ്ടോ? ആ ഫോണ്ട് എന്ന ഗ്രൂപ്പിൽ കുറെ ഓപ്ഷൻ ഉണ്ട്. യു ക്യാൻ സീ കാലിബ്രി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. അത് ആക്ച്വലി ഒരു സ്റ്റൈലാണ്, ഒരു ഫോണ്ട് സ്റ്റൈലാണ്. ഇവിടെ അതിനോട് റൈറ്റിൽ ഒരു ആരോ ഉണ്ട്. ദർ ഇസ് an arrow. If we click on that, we will get many options. Theme fonts എന്ന് പറഞ്ഞ കുറേ ഉണ്ട്. ഇത് ഓരോ ഫോണ്ടും എങ്ങനെ അപ്പിയർ ചെയ്യണം, ഏത് സ്റ്റൈലിൽ വേണമെന്ന് നമുക്ക് അവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. Then you can see 11 here, right? 11 എഴുതി കാണുന്നുണ്ട് അല്ലേ? What is it? Size of the font. 11 indicate ചെയ്യുന്ന size of the font. 11ന്റെ റൈറ്റ് സൈഡിലും again there is an arrow. It is to change the size of the font. ആ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 8 തൊട്ട് മാക്സിമം എത്രയാ 72 വരെ കുറേ നമ്പേഴ്സ് കാണുന്നുണ്ടല്ലേ? ഇതിലെ നമ്പേഴ്സ് ഇഷ്ടമുള്ള നമ്പേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് എത്ര സൈസിലാണ് ആ ഫോണ്ട് അപ്പിയർ ചെയ്യണമെന്നുള്ളത് നമുക്ക് ഇതിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു സൈസ് ചൂസ് ചെയ്യാം. ഓക്കെ, അഗൈൻ യു ക്യാൻ സീ എ ബിഗ് A and a small a. Okay, big capital A and small capital A. You can see that, right? The capital A, the big A is to increase the font size. ഈ നമ്പർ ചൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ലാതെ നമുക്ക് ഈ ഒരു മെത്തേഡും കൂടി ഉപയോഗിക്കാം. ഈ ക്യാപിറ്റൽ എയിൽ മീൻസ് ബിഗ് എയിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാലും നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ സൈസ് ഇൻക്രീസ് ആവും മാക്സിമം 72 വരെ. ആൻഡ് ദർ ഇസ് എ സ്മോൾ ക്യാപിറ്റൽ എ. അതിന്റെ മേലെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ we can reduce, decrease the size of the font. Clear? Yes. Yeah. Now bold. It is to make the font bold. Make the selected text bold. ഇപ്പൊ നമ്മൾ ഏത് സെല്ലിലാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ സെല്ലിലെ ടെക്സ്റ്റ് ബോൾഡ് ആവും. അത് ക്ലിക്ക് ചെയ്താൽ കണ്ടോ, നല്ല കട്ടിയാവും. അതൊന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോൾഡിന്റെ ഓപ്ഷൻ പോകും. നെക്സ്റ്റ് ഇറ്റാലിക് എന്ന് പറയുന്നത് നമ്മൾ ഒരു കർസീവ് റൈറ്റിംഗ് നമ്മൾ അത്യാവശ്യം ഇങ്ങനെ ചരിച്ചൊക്കെ എഴുതാറുണ്ട് അല്ലേ? അതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടെക്സ്റ്റ് ഒരു ചരിച്ചൊക്കെ നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലെറ്റ് മീ ക്ലിക്ക് ഓൺ ഇറ്റാലിക്. സീ, ഒരു ചെറിയൊരു ചരിവുണ്ട്. ഞാൻ എഗെയിൻ അതെനിക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ എഗെയിൻ അതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് അണ്ടർലൈൻ. By the name itself, we can understand that it is to give underlines to the text. നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റിന് അണ്ടർലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ ക്ലിക്ക് ഓൺ ദാറ്റ്. കണ്ടോ, ഇപ്പൊ നെയിമിന് താഴെ ഒരു ചെറിയ വര വന്നിട്ടുണ്ട്. നൗ ഇനി അണ്ടർലൈൻ റിമൂവ് ചെയ്യണമെങ്കിൽ അഗെയിൻ ഐ ഷുഡ് ക്ലിക്ക് ഓൺ ദിസ്. ഇപ്പോൾ അണ്ടർലൈൻ വന്നത് റിമൂവ് ആവും. ഇനി അണ്ടർലൈൻ്റെ റൈറ്റിൽ there is a arrow. ഞാൻ ആ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ 2 ഓപ്ഷൻസ് we have. Underline, double underline.
നമ്മൾ ചിലപ്പം ചില ടെക്സ്റ്റ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ ഒരു ലൈൻ അണ്ടർലൈൻ ചെയ്യും അല്ലേ, ഒരു ലൈൻ കൊണ്ട് അണ്ടർലൈൻ ചെയ്യും. സം ടൈംസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ 2 ലൈൻ ഇടും. അത് 2 ലൈൻ ഇടുന്നതാണ് ഈ ഡബിൾ അണ്ടർലൈൻ. കണ്ടോ, സിംഗിളും ഉണ്ട് ഡബിളും ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. Then you can see this capital A with a red color below that. അതിന്റെ താഴെ ഒരു റെഡ്, എയുടെ താഴെ റെഡ് കളറിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലേ. ഇറ്റ് ഈസ് ടു ചേഞ്ച് ദ കളർ ഓഫ് ദ ഫോണ്ട്. ഓക്കെ, ചേഞ്ച് ദ ടെക്സ്റ്റ് കളർ. അത് ഫോണ്ട് കളറാണ്. ഓക്കെ, ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. റൈറ്റ് സൈഡ് ടു ദാറ്റ് there is an arrow. If we click on that, you will get different colors. Okay, ഇതിൽ ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഇനി ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കിട്ടിയില്ലെങ്കിൽ there is an option at the last, it is more colors. Okay, ഇത് കൂടാതെ ഇനിയും കളേഴ്സ്, more colors option. Click on that, then you will get an option like this. If I click on the custom, it comes like this, standard, like this. ഇതിൽ ഒരുപാട് കളേഴ്സ് നിങ്ങൾക്ക് കാണാം, ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ. ഒരു കളറിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്. അതിൽ യുവർ ഫേവറേറ്റ് കളർ യു ക്യാൻ ചൂസ്. ലെറ്റ് മീ ചൂസ് ദിസ് കളർ ആൻഡ് പ്രസ് ഓക്കെ. ദെൻ ദ കളർ ഓഫ് ദ ടെക്സ്റ്റ് വിൽ ചേഞ്ച്. ഓക്കെ, ഞാൻ ഒരെണ്ണം ക്ലാസ് 5. ഓക്കെ, ദിസ് ഈസ് മൈ ടെക്സ്റ്റ്. ഓക്കെ, ആ ടെക്സ്റ്റിൽ ഞാൻ ഇനി ഫോണ്ട് എഡിറ്റിംഗ് ചെയ്യുക അല്ലെങ്കിൽ ഫോർമാറ്റിംഗ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇറ്റ് ഈസ് കംസ് ഇൻ ദ സെൽ A8. A8 എന്ന് പറഞ്ഞ സെല്ലിലാണ് അത് വരുന്നത്. സോ ക്ലിക്ക് ഓൺ ദാറ്റ് സെൽ ടു സെലക്ട് ദാറ്റ് സെൽ. A8 സെലക്ട് ചെയ്യാം. എങ്ങനെ? A8ന്റെ മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. A8 സെലക്ട് ആയി. നൗ ഐ വോണ്ട് ടു ചേഞ്ച് ദ സ്റ്റൈൽ. ലെറ്റ് മീ സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഡിഫറെന്റ് സ്റ്റൈൽസ് ആർ ദർ. ഓക്കെ, ഓരോന്നിന്റെ മേലെ നമ്മൾ മൗസ് പോയിന്റർ വെക്കുമ്പോൾ തന്നെ അതിനനുസരിച്ചുള്ള ചേഞ്ച് നമുക്ക് കാണാം. എന്താ? What did you say? No. I am just changing the style now. Color alla. See, when I choose different options, the style of the font also changes. Okay. പല ഡിഫറെന്റ് സ്റ്റൈൽ ഉണ്ട്. ചില ഫോണ്ട് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ. ഇതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, ലോട്ട് ഓഫ് ഓപ്ഷൻസ്. അതിൽ നിങ്ങളുടെ ഫേവറേറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അത് കുറച്ച് സമയം എടുത്ത് കണ്ടുപിടിക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരെണ്ണം ചൂസ് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഐ ചൂസ്. നൗ ലെറ്റ് മീ ചേഞ്ച് ദ ഫോണ്ട് സൈസ്. അതിന് 2 ഓപ്ഷൻ എനിക്കുണ്ട്. either I can choose a number by clicking this arrow, click on that arrow, I'll get different numbers. അതിൽ ഒരെണ്ണം ഏതെങ്കിലും എനിക്ക് ചൂസ് ചെയ്താൽ മതി. ഇനി അല്ല എങ്കിൽ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫോണ്ട് സൈസിന് ഒരു ബിഗ് എയും സ്മോൾ എയും ഉണ്ട്, സ്മോൾ ക്യാപിറ്റൽ എ. സോ ഇഫ് ഐ ക്ലിക്ക് ഓൺ ദാറ്റ് ബിഗ് എ, the font size will increase. If I click on that small a, the font size will decrease. സോ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു സൈസ് ചൂസ് ചെയ്യാം. ഓക്കെ, ഐ ചൂസ് ദിസ്. നൗ ബോൾഡ്. ഇത് ഓൾറെഡി ബോൾഡ് ആണ്, അതുകൊണ്ട് ഈ ബോൾഡിന്റെ എഫക്റ്റ് അധികം കാണില്ല. ഓൾറെഡി ബോൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഞാൻ ചൂസ് ചെയ്തത്. സോ ബോൾഡ് പ്രസ് ചെയ്യുമ്പോൾ വലിയൊരു എഫക്റ്റ് നമുക്ക് കാണുന്നില്ല. നൗ ഇറ്റാലിക്. ഓക്കെ, ഇറ്റാലിക്. സോറി, ഇതൊന്നും നമുക്ക് വരാത്തതിന്റെ കാരണം എന്തറിയോ? നൗ I didn't select that cell. You have to always select the cell. Select ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഏത് ടെക്സ്റ്റിനാണോ നമ്മൾ ഈ എഡിറ്റിംഗ് മീൻസ് ഫോർമാറ്റിംഗ്, ഫോണ്ട് ഫോർമാറ്റിംഗ് നടത്തുന്നത്, അത് എപ്പോഴും സെലക്ട് ചെയ്തിട്ടുണ്ടാവണം ആദ്യം. ഓക്കെ, സോ ലെറ്റ് മീ സെലക്ട് ദ സെൽ. ഓക്കെ, നൗ ഇറ്റ് ഈസ് സെലക്ടഡ്. നൗ മേക്ക് ഇറ്റ് ബോൾഡ്. ഇറ്റാലിക്. ഇറ്റാലിക്കിന്റെ ചേഞ്ച് കണ്ടോ? ഒന്നത് ചെരിഞ്ഞു, ഐഫിൾ ടവർ പോലെ. നൗ അണ്ടർലൈൻ. ഇപ്പോ ഡിഫോൾട്ട് ഡബിൾ അണ്ടർലൈൻ ഉള്ളത്. സിംഗിൾ അണ്ടർലൈൻ എനിക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. കണ്ടോ, ദിസ് ഈസ് ദ സിംഗിൾ അണ്ടർലൈൻ. ലെറ്റ് മീ ചൂസ് എ ഡബിൾ അണ്ടർലൈൻ നൗ. ഡബിൾ അണ്ടർലൈൻ. See, this is the double underline. Now font color. How can I change the font color? For that, there is an arrow to the right of this A. E A.
എയുടെ അടിയിൽ ഒരു കളർഫുൾ ആയിട്ട് ഒരു തിക്ക് ലൈൻ ഉണ്ട് അല്ലെ, ദാറ്റ് എ ആണ്. ഇതാണ് ഫോൺ കളർ ചേഞ്ച് ചെയ്യേണ്ടത്. യു ക്യാൻ സി 1 2 3 3 എ അവിടെ ഉണ്ട്. അപ്പം ഇതിൽ ഏതാണ് ഫോൺ കളറിന്റെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ തൊട്ട് താഴെ ഒരു കളറിലുള്ള ഒരു ലൈൻ ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഫോൺ കളർ ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഐയുടെ തൊട്ടടുത്തുള്ള ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഡിഫറെന്റ് കളേഴ്സ്. ഓക്കെ, ഇതിലൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ യു ക്യാൻ ചൂസ് മോർ കളർ ഓപ്ഷൻ. ഫ്രം ദാറ്റ് you will get a different colors. You can see different colors. From that you can choose your favorite one, then press okay. Okay, അതിപ്പോ വന്നില്ല. എന്തുകൊണ്ടാ? മേ ബി ഞാൻ ആ സെല്ല് സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ലെറ്റ് മീ ഡു ഇറ്റ് അഗെയിൻ. സെലക്ട് ദ സെൽ, font color, more option, more colors, choose the color. Okay, നേരത്തെ വരാത്തതിന്റെ കാരണം മനസ്സിലായോ? ഞാൻ ആ സെല്ല് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ സെലക്ട് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്താലും അത് അവിടെ റിഫ്ലക്ട് ചെയ്യില്ല. ക്ലിയർ? നൗ ഇവിടെ ഒരു ബക്കറ്റിലും പെയിന്റ് വീഴുന്ന പോലെ ഒരു യെല്ലോ ഇതുണ്ട് അല്ലേ, അത് ദാറ്റ് ഈസ് ദ ഫിൽ കളർ. ഫിൽ കളർ എന്ന് പറയുന്നത് ഇപ്പൊ സെലക്ട് ചെയ്ത, ഇപ്പൊ കറന്റ്ലി ഞാനിപ്പോ സെലക്ട് ചെയ്ത സെല്ല് ഇതാ ഇവിടെയാണ് കിടക്കുന്നത്. അതല്ല, എന്റെ സെൽ ഇതാണ് അല്ലേ, A8 is our cell. സോ ആ സെല്ലിന്റെ ബാക്ക്ഗ്രൗണ്ട് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ യെല്ലോ ആണ് ഓൾറെഡി അവിടെയുള്ള കളർ. നമുക്ക് വേണമെങ്കിൽ ഈ ഫിൽ കളർ ഓപ്ഷന്റെ തൊട്ട് റൈറ്റിൽ ഒരു ആരോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സെയിം ഓപ്ഷൻ ലൈക്ക് ഫോൺ കളർ. ഇതിൽ ഡിഫറെന്റ് കളർ ഉണ്ട്. യു ക്യാൻ ചൂസ് യുവർ ഫേവറേറ്റ് വൺ. ലെറ്റ് മീ ചൂസ് വാട്ട്. കണ്ടോ, ഓരോ കളറും ചൂസ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ തോന്നും ഇതെന്താ പകുതിക്ക് കളർ വന്നിരിക്കുന്നത്. ബിക്കോസ് ഇപ്പൊ ഞാൻ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തത് ആ കോളത്തിന്റെ വെളിയിൽ, സൈസ് കൂട്ടിയതുണ്ട്, കോളത്തിന്റെ വെളിയിൽ പോകുന്ന രീതിയിലാണ്. പക്ഷെ പോയിട്ടില്ല, എൻ്റെ ആ റോയുടെ വിഡ്ത്ത് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ആ പ്രോബ്ലം തീരും. കണ്ടോ, ഇപ്പൊ ഇതാണ് A8 എന്ന് പറഞ്ഞ സെല്ല്. എയുടെ വിഡ്ത്ത് കണ്ടോ, നേരത്തെ ചെറുതായിരുന്ന ബിയുടെ ഒക്കെ എത്രയും സൈസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പോ എന്റെ വിഡ്ത്ത് ഈ ക്ലാസ് 5 ഫുൾ അതിൽ വരുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, നൗ ഇത് ഫിറ്റായി. ഇപ്പൊ എയുടെ വിഡ്ത്ത് നല്ലപോലെ ഇൻക്രീസ് ആയിട്ടുണ്ട് അല്ലേ. ക്ലിയർ? ദെൻ ഒരു ഓപ്ഷനും കൂടെ ഫോൺ ഗ്രൂപ്പിൽ, മീൻസ് ഫോണ്ട് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ബാക്കിയുണ്ട്. ദിസ് വൺ കണ്ടോ, ഇവിടെ ചെറിയൊരു സ്ക്വയർ പോലെ, അത് ബോർഡർ കൊടുക്കുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോ സെലക്ട് ചെയ്ത സെല്ലിന് ചുറ്റും ബോർഡർ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് തിക്ക് ബോക്സ് ബോർഡർ. അതിൽ ഇഷ്ടമുള്ള ആ സെല്ല് ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഏത് ബോർഡർ വേണമെങ്കിലും കൊടുക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി നോ ബോർഡേഴ്സ് കൊടുക്കാം. വെയിറ്റ്, ഇനി വേണമെങ്കിൽ നമുക്ക് നോ ബോർഡർ കൊടുക്കാം. നമുക്ക് ഇപ്പൊ നോ ബോർഡർ എന്ന് പറയുമ്പോൾ there won't be any border, and thick border കൊടുത്തു കഴിഞ്ഞാൽ there will be border around it. Okay, did you understand all the options from font formatting? Yes, miss. Okay, these options are the same options are available in Word, MS Word also. MS Word il നമ്മൾ എന്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ടെക്സ്റ്റ് ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് അല്ലേ MS Word. MS Wordൽ നമുക്ക് ലെറ്റർ ടൈപ്പ് ചെയ്യാം, നമുക്ക് എസ്സേ ടൈപ്പ് ചെയ്യാം, സ്റ്റോറി ടൈപ്പ് ചെയ്യാം, നോട്ട്സ് ടൈപ്പ് ചെയ്യാം, എനിത്തിങ് വി വാണ്ട്. ടെക്സ്റ്റ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇപ്പൊ ടെക്സ്റ്റ്, ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. വെൻ യു ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്, ഈ ചാപ്റ്റർ 4 എന്നുള്ളത് റെഡ് കളറിലാണ്. ദെൻ ഹെഡിങ് ഉണ്ട് വർക്കിംഗ് ഇൻ എക്സൽ, അതൊരു ബ്ലൂ കളറിൽ, ഒരു നേവി ബ്ലൂ കളറിൽ. ദെൻ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു കോളത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് ബ്ലാക്ക് കളറിലാണ്.
Then let's learn about എന്ന് പറയുന്ന font നിങ്ങൾക്ക് കാണാം. It is in some other color with red color. Then selection in a worksheet എന്ന് പറഞ്ഞിട്ട് കാണാം. It is in white color within a background. So there are red color, green color. അപ്പൊ different style of font നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലേ? ഈ ഒരു രീതിയിൽ നമ്മുടെ ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്തിരുന്ന മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഫോണ്ട് ഫോർമാറ്റിംഗ് ഓപ്ഷൻ ഹോം ടാബിലെ ഫോണ്ട് ഗ്രൂപ്പിലെ ഓപ്ഷൻസ് നമ്മൾ യൂസ് ചെയ്ത്. ഈസ് ദാറ്റ് ക്ലിയർ? Yes. Okay, now what? Anything else? I think I have discussed everything. If you have computer or laptop in your home, you can do it. Okay. ഇത് വേർഡിലും എടുത്ത് ചെയ്ത് നോക്കിക്കോ, എക്സലിലും എടുത്ത് ചെയ്ത് നോക്കിക്കോ. Now cell formatting. Cell formatting ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Should I repeat this portion? No, miss. What about everyone? Everyone? Tell me your No, opinion. miss. No, miss. Okay. Okay, if you have any doubt, please rewatch this video. എന്തോ കേട്ടില്ല? ആരോ എന്തോ പറഞ്ഞല്ലോ. What was that? I couldn't hear it. Okay. If you have any doubt about this, please rewatch this video. If still have doubt, you can ask me. Okay. Now cell formatting. Cell formatting വരുന്ന topics ആണ് alignment and orientation, cell background color and border. Okay. Cell alignment and orientation of text content, cell background color and border. Okay. കുറെ ന്യൂ വേർഡ്സ് ഉണ്ട് അല്ലേ? ലൈക്ക് അലൈൻമെന്റ് ആൻഡ് ഓറിയന്റേഷൻ, സെൽ ബാക്ക്ഗ്രൗണ്ട് കളർ ആൻഡ് ബോർഡർ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അലൈൻമെന്റ് ആൻഡ് ഓറിയന്റേഷൻ. ഓക്കെ, ചേഞ്ചിങ് ദ അലൈൻമെന്റ് ഓഫ് ടെക്സ്റ്റ് കണ്ടന്റ്. See, let me take it. Cell alignment. Okay, listen. You can see my name here, right? I have typed my name here, Srikutti PS. അത് ആ സെല്ലിന്റെ ഏത് ഭാഗത്താണ്? it comes in the cell A2. A2 എന്ന് പറഞ്ഞ സെല്ലിലാണ് എന്റെ പേര് ടൈപ്പ് ചെയ്ത് വന്നിരിക്കുന്നത് അല്ലേ? I have typed my name in the cell A2. A2 എന്ന സെല്ലിന്റെ ലെഫ്റ്റ് സൈഡിലാണ് അല്ലെ ഞാൻ ടൈപ്പ് ചെയ്ത് എന്റെ പേര് വന്നേക്കുന്നേ? Yes. And look at the number. I have given the class. I gave class 5. Class 5 na കൊടുത്തത്. എന്റെ നെയിം ലെഫ്റ്റ് സൈഡിലാ വന്നത്. But look at the number, it comes in the right side, right? Yes. In B2, ഞാൻ B2ലാണ് എന്റെ ക്ലാസ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. ഞാൻ 5 എന്ന നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അത് വന്നത് എന്താണ്? സെല്ലിന്റെ റൈറ്റ് സൈഡിൽ, ആ റൈറ്റില് ലൈനോട് അടുത്തിട്ടാണ് അല്ലെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ടെക്സ്റ്റ് ഈ സെല്ലിന്റെ ലെഫ്റ്റിലും റൈറ്റിലും മിഡിലും ഒക്കെ ആയിട്ട് കൊണ്ടുവയ്ക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ സെൽ അലൈൻമെന്റ് എന്ന് പറയാം. ഓക്കെ, ചേഞ്ചിങ് ദ അലൈൻമെന്റ് ഓഫ് സെൽ കണ്ടന്റ്. സെൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ആ സെല്ലിലുള്ള വരുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്പർ. ഓക്കെ, സോ see in the home tab, here is the phone group. Phone group ന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. What is it? Alignment. Alignmentൽ നമുക്ക് ഡിഫറെന്റ് ഓപ്ഷൻസ് ഉണ്ട്. See, top align. What is it? Top align. Yeah.
middle align, then bottom align. Here, align text left. Text left. Center text center. Then align text right. അങ്ങനെ ഒരു 6 ഓപ്ഷൻസ് ഇവിടെ അലൈൻമെന്റിൽ ഉണ്ട്. നമുക്ക് ഓരോന്നും ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓരോ സെല്ലും ചൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം എന്താ ചേഞ്ച് വരുന്നതെന്ന്. Let me choose which one. Okay, let me increase the size of that font. Okay, I have increased the size of the font so everyone can identify it easily. So select the cell. Let me click the first option, that is top align. Align. Click ചെയ്തു. പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും കണ്ടില്ല അല്ലേ? ഞാനതൊന്ന് അതിന്റെ വിഡ്ത്തും കൂടെ ഇൻക്രീസ് ചെയ്ത് നോക്കട്ടെ. Then you can see it. Okay. Select the cell. Top align. Wait. ഇപ്പൊ ഞാനൊരു സെല്ലില് ക്ലാസ് 5 എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐ മീൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഇൻ സെൽ A4. ഇപ്പൊ അതൊരു മീൻസ് താഴെ ലെഫ്റ്റിൽ ഒരു കോർണറിൽ പോലെ വന്നിരിക്കുന്നത് അല്ലേ? Wait, let me share it again. Okay. Let me select the cell. Okay, I'm going to select the cell A4. A4 ഞാൻ select ചെയ്തു, in which the cell content is class 5. Let me click on all the options. This is the top align. First click on top align. Top align click ചെയ്ത് കണ്ടോ? സെല്ലിന്റെ ടോപ്പിൽ അത് ലെഫ്റ്റ് സൈഡിലായിട്ട് അലൈൻ ചെയ്തു. Okay. Now second option is the middle align. Middle എന്ന് പറഞ്ഞാൽ അറിയാം? Center അല്ലേ? Middle align. Yes. Click on that. Where did the cell appear now? ആ ഒരു സെല്ലിന്റെ മിഡിൽ ആയിട്ട് അല്ലേ? ഏറ്റവും ടോപ്പ് അലൈനിൽ ഏറ്റവും ടോപ്പിലായിരുന്നു വന്നത്. മിഡിൽ അലൈൻ അഗെയിൻ ടോപ്പ് അലൈൻ കണ്ടോ? ഏറ്റവും ടോപ്പില്. മിഡിൽ അലൈൻ, മിഡിൽ. നൗ ബോട്ടം അലൈൻ. ബോട്ടം അലൈൻ വന്നപ്പോ കണ്ടോ? ഏറ്റവും താഴെ. ഇനി another option, align left. Align text to the left. Already text കിടക്കുന്ന ലെഫ്റ്റിൽ തന്നെയാണ് അല്ലേ? ബോട്ടം അലൈനിൽ ലെഫ്റ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. Now center. Let me click on center. Now it came to the center. Clear? And one more option is there. Align text right. അപ്പൊ അതിന്റെ മീനിങ് എന്തായിരിക്കും? ടെക്സ്റ്റിനെ റൈറ്റിലേക്ക് അലൈൻ ചെയ്യാം. ക്ലിക്ക് ചെയ്യാം. See, now the text came to the right side. ബോട്ടം ആണ് റൈറ്റ് സൈഡിലാണ് അല്ലേ? എനിക്കിത് കോമ്പിനേഷൻ, ഇതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷൻ ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്ക് എത്ര എണ്ണം ചെയ്യാൻ പറ്റും? See, top left. Wait a minute. Top. ഞാൻ ആദ്യം ടോപ്പ് ചൂസ് ചെയ്തു. ടോപ്പ് ലെഫ്റ്റ് എനിക്ക് ചൂസ് ചെയ്യാം. ടോപ്പ് സെന്റർ എനിക്ക് ചൂസ് ചെയ്യാം. ടോപ്പ് റൈറ്റ് എനിക്ക് ചൂസ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ഓപ്ഷൻ മിഡിൽ. മിഡിൽ ലെഫ്റ്റ് എനിക്ക് ചൂസ് ചെയ്യാം. മിഡിൽ സെന്റർ, മിഡിൽ റൈറ്റ്. ആൻഡ് ഫൈനലി ബോട്ടം ലെഫ്റ്റ് എനിക്ക് ചൂസ് ചെയ്യാം. ബോട്ടം മിഡിൽ എനിക്ക് ചൂസ് ചെയ്യാം. ബോട്ടം റൈറ്റ് എനിക്ക് ചൂസ് ചെയ്യാം. ഈ രണ്ട് ബേസിക് അലൈൻമെന്റ് കീസ് ബട്ടൺസ് ഉപയോഗിച്ചിട്ട് എനിക്ക് 9 ടൈപ്പില് എന്റെ ടെക്സ്റ്റിനെ ആ സെല്ലിൽ അലൈൻ ചെയ്യാൻ പറ്റും. ക്ലിയർ? ഓക്കെ. ആദ്യം ടോപ്പ് ചൂസ് ചെയ്താൽ നമ്മുടെ ടെക്സ്റ്റ് ടോപ്പിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ടോപ്പിൽ ലെഫ്റ്റിൽ വെക്കാം, ടോപ്പിൽ മിഡിൽ വെക്കാം, ടോപ്പ് റൈറ്റിൽ വെക്കാം. ഓക്കെ. കണ്ടോ? ടോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ഏതെങ്കിലും ചൂസ് ചെയ്താൽ മതി.
അതിനനുസരിച്ച് മാറും. ഇനി മിഡിൽ ആണെങ്കിൽ ടെക്സ്റ്റ് ഒരു എക്സാക്ട് മിഡിൽ വന്നു. ഇപ്പം ആ സെല്ലിന്റെ എക്സാക്ട് മിഡിൽ വന്നു. ഓക്കെ, ഇനി മിഡിൽ ലെഫ്റ്റ് വെക്കാം, എക്സാക്ട് മിഡിൽ വെക്കാം, ലെഫ്റ്റിൽ വെക്കാം. ദെൻ ബോട്ടത്തിൽ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ അലൈൻ ചെയ്യാം. in the middle I can align, and in the right side also I can align. Did you get that? Yes. Okay. Yes. So one more option is there, text wrap. This is the alignment, and another term is also there, orientation. Okay, we have only 1 minute left. We will continue